മറ്റൊരു ത്രില്ലർ പോരാട്ടത്തിനാണ് ഇന്നും 2025 IPL സാക്ഷ്യം വഹിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നേടിയത് 206 റൺസ് ആയിരുന്നെങ്കിൽ മറുപടിക്കിറങ്ങിയ രാജസ്ഥാന് 205 റൺസാണ് നേടാനായുള്ളൂ. ഒരു റണ്ണിന്റെ അതിഗംഭീര വിജയം രാജസ്ഥാൻ സ്വന്തമാക്കിയെങ്കിലും കൊൽക്കത്ത ശരിക്കും പേടിച്ച് വരച്ച മത്സരമായിരുന്നു ഇത്. ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ കൊൽക്കത്തയ്ക്ക് വേണ്ടി നരയിൽ നിന്ന് പതിവ് പോലെ സ്കോർ ചെയ്യാനായില്ല. രഹാനെയും ഗുർബാസും തരക്കേടില്ലാത്ത തുടക്കം നൽകിയിട്ടും അവസാന ഓവറുകളിലെ റസൽ റിങ്കുവിൻ്റെ പ്രകടനമാണ് മത്സരത്തിൽ മികച്ച ടോട്ടൽ കൊൽക്കത്തയ്ക്ക് സമ്മാനിച്ചത്. എന്നാൽ കൊൽക്കത്ത ബോളിംഗ് തന്നെയാണ് ഇന്നും എടുത്തു പറയേണ്ടത്. നരേനും വരുണും ഇന്നും പതിവ് പോലെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. 4 ഓവറിൽ 32 റൺസ് വഴങ്ങി വരുൺ ചക്രവർത്തി നേടിയത് 2 വിക്കറ്റുകളാണെങ്കിൽ 4 ഓവറിൽ 27 റൺസ് മാത്രം വഴങ്ങിയാണ് നരേൻ സ്പെൽ അവസാനിപ്പിച്ചത്. എന്നാൽ ഹർഷിത് റാണയും വൈഭവ് അറോറയും മോയിൻ അലിയും ഇന്ന് പതിവിലും കൂടുതൽ റൺസ് വഴങ്ങി. 3 ഓവറിൽ 43 റൺസാണ് മോയിൻ അലി വഴങ്ങിയതെങ്കിൽ ഹർഷിത് റാണ 4 ഓവറിൽ 42 റൺസ് വഴങ്ങി 2 വിക്കറ്റ് സ്വന്തമാക്കി. വൈഭവ് അറോറ 4 ഓവറിൽ വഴങ്ങിയത് 50 റൺസാണ്. ഇതെല്ലാം കൊൽക്കത്തയ്ക്ക് തുടർന്നുള്ള പോരാട്ടങ്ങളിൽ അതീവ സമ്മർദ്ദങ്ങൾ സമ്മാനിക്കുന്ന പോയിന്റുകളാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഏകദേശം കോർ ടീമിനെ റീറ്റെയിൻ ചെയ്ത കൊൽക്കത്തയ്ക്ക് മികച്ച പ്രകടനം അവരിൽ നിന്നും പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. വിക്കറ്റുകൾ നേടുന്നതിന്റെ കാര്യത്തിലും റൺസ് വഴങ്ങാതിരിക്കുന്നതിന്റെ കാര്യത്തിലും താരങ്ങൾ വേണ്ട അച്ചടക്കം പാലിക്കാത്തത് കൊൽക്കത്തയ്ക്കും സമ്മർദ്ദമാണ്. പ്രധാനപ്പെട്ട താരമായ റസലിൽ നിന്നും ഇതുവരെ അതിഗംഭീര പ്രകടനം കണ്ടില്ല എങ്കിലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. റിങ്കു സിംഗിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രകടനം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകരെ നിരാശരാക്കിയത് വെങ്കടേഷ് അയ്യറിന്റെ പ്രകടനമാണ്. വമ്പൻ തുകയ്ക്ക് ടീമിലെത്തിച്ച വെങ്കടേഷ് അയ്യറിന് ഇതുവരെ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് നേടാനായത്. മാത്രമല്ല സീസണിന്റെ ഫ്ലോപ്പ് പട്ടികയിൽ താരം ഉൾപ്പെട്ടിട്ടുമുണ്ട്. മുൻ സീസണുകളിലെല്ലാം കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച അയ്യർ ഈ സീസണിലെ ഫ്ലോപ്പായത് ആരാധകരെ ഒന്നടങ്കം നിരാശയിലാക്കി. മുൻ സീസണുകളിലെല്ലാം കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഓൾറൗണ്ടറായ വെങ്കടേഷ് അയ്യർ ഈ കൊല്ലം ബോൾ വന്നിട്ടില്ല. രമൺദീപ് സിംഗിൽ നിന്നും അത്ര സീസൺ ലഭിക്കണമെന്നില്ല. ഇതെല്ലാം കൊൽക്കത്തയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. 3 മത്സരങ്ങളാണ് കൊൽക്കത്തയ്ക്ക് ഇനി അവശേഷിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, RCB. ഇതിൽ 2 പോരാട്ടങ്ങളും താരതമ്യേന കുഴപ്പമില്ലാത്തതായതുകൊണ്ട് വിജയ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം RCBയുമായാണ്. ആ മത്സരം ഡീൽ ബ്രേക്കർ ആകുമോ എന്നാണ് പല ആരാധകരും ഉറ്റുനോക്കുന്നത്. പ്ലേ ഓഫ് സാധ്യതകൾ പരിശോധിക്കുമ്പോൾ RCBയും മുംബൈയും പോയിന്റ് പട്ടികയിൽ തലപ്പത്തുണ്ട്. ആദ്യ 2 സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത് 3 ടീമുകളാണ്. മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും RCBയും. 3ഉം 4ഉം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നതാകട്ടെ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്തയും ലക്നൌവുമാണ്. കൊൽക്കത്തയ്ക്ക് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടെങ്കിലും അതിഗംഭീര പ്രകടനം 3 മത്സരത്തിലും കാഴ്ചവെക്കണം. മാത്രമല്ല അടുത്തുള്ള ടീമുകളുടെ വിധിയും അതിനായി കാത്തിരിക്കണം.